ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബത്തേരിയിലുള്ള ആ ഒരു ടൈമിൽ ഒരു ദിവസത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. മോർണിംഗ് റൊട്ടീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് എന്നും ഇതുപോലെയൊന്നും അല്ല കേട്ടോ, നമ്മൾ ഓരോ ദിവസവും ഓരോ പോലെയാണ്. രാവിലെ ചോറും സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുട്ടികൾക്ക് കുറച്ച് പൊടിയരി വെക്കുക കേട്ടോ. കുക്കറിലാവുമ്പോൾ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ച് പൊടിയരി ആണ് കേട്ടോ. പൊടിയരി കഞ്ഞിയാണ് ഐബു എന്നും കഴിക്കൽ. ഓനതാണ് ഇഷ്ടം, അപ്പോൾ ഞാൻ അതാണ് ഉണ്ടാക്കാറ്. ഐബുവിന് പൊടിയരി കഞ്ഞി കൊടുക്കുമ്പോൾ അതിനും കുടിക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ രണ്ടാക്കും കൂടി കേട്ടോ പൊടിയരി കഞ്ഞി ഉണ്ടാക്കൽ രാവിലെ. അതിനോക്ക് സാധാ കഞ്ഞി കൊടുക്കുന്നതിനെക്കാട്ടിലും ഇൻട്രസ്റ്റോടുകൂടി ഉള്ള പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കിയാൽ കുടിക്കലുണ്ട്. അപ്പോൾ രണ്ടാൾക്കും ഉണ്ടാക്കിയാൽ പിന്നെ എന്തായാലും ഐബുവിന് ഉണ്ടാക്കണം, അപ്പോൾ ഓക്കും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവേ. ഐബുവിൻ്റെ മെയിൻ ഫുഡ് തന്നെ പൊടിയരി കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ. അതിന് ചെറിയ കുട്ടിയായിരുന്ന ടൈമിൽ, അതായത് ഐബുവിൻ്റെയൊക്കെ പ്രായത്തിൽ അതിനൊന്നും തിന്നൂലേനി കേട്ടോ. ഓക്ക് കഞ്ഞി അങ്ങനെയൊന്നും ഇഷ്ടമല്ലായിരുന്നു. കുറുക്കൊക്കെ കുടിക്കും, കുറുക്ക് മാത്രമേ കുടിക്കുള്ളേനി. കഞ്ഞിയൊന്നും ഓക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, ഒന്നും അങ്ങനെ തിന്നൂലേനി. പക്ഷേ ഐബു അങ്ങനെയൊന്നും അല്ലേനി, ഐബു എല്ലാം തിന്നു കേട്ടോ. പിന്നെ ഓരോ കുട്ടികളും ഓരോ വിധാണല്ലോ. രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴാട്ടോ ഒരു പൊടിയരി കൊണ്ടുള്ള കഞ്ഞി കുടിക്കുക രണ്ടാളും. അത് നല്ലോണം കഴിക്കും. അതുകൊണ്ട് പിന്നെ വേറൊന്നും അവർക്ക് കൊടുക്കണമെന്നില്ല കേട്ടോ ആ ടൈമിലൊന്നും. പിന്നെ വൈകുന്നേരമൊക്കെ ഞാൻ ഈ പഴമൊക്കെ കൊടുക്കും കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങിയാണ്ടൊക്കെ കൊടുത്താലൊക്കെ തിന്നും കേട്ടോ. അതിനും ഇഷ്ടമല്ല, ഐബു തിന്നും. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുവേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനുട്ടി എണീറ്റു. അപ്പോൾ അതിനുട്ടിക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടോളാം. മൂടൊക്കെ ശരിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ടേ. ഉറങ്ങി എണീക്കുമ്പോൾ പിന്നെ എല്ലാ കുട്ടികളും കരച്ചിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ കുറച്ച് ടൈം വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ബാക്കി വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി കുക്കിംഗ് പരിപാടികളൊക്കെ ആട്ടോ ഇത്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കാമെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ചിക്കൻ കറി. എൻ്റെ രീതിയിലുള്ളൊരു ചിക്കൻ കറി കേട്ടോ ഇത്. അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി ഞാൻ കുക്കറൊക്കെ അടച്ച് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണേ. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഞാൻ വറുക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.